പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തൃഭൃത്യന്മാരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷൂപ്പാസ്റ്റർ കുടുംബം, എല്ലാവർക്കുമുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 80-ാം സങ്കീർത്തനത്തിലേക്കാണ് രാവിലെ നമ്മൾ പ്രവേശിക്കുന്നത്. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് ദയവായി 80-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. 80-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രയീമും ബെന്യാമീനും മനശ്ശെയും കാണുകെ നിന്റെ വീര്യബലമുണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ആസാഫിന്റെ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ആസാഫ് എഴുതിയ വിവിധ സങ്കീർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടും ആശ്വസിച്ചിട്ടും ഒക്കെ ഉണ്ടെങ്കിലും എന്നെ വളരെ ചിന്തിപ്പിച്ചത് ഈ സങ്കീർത്തനത്തിന്റെ രാഗമാണ്. സ്തോത്രം. ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് സാരസസാക്ഷ്യം എന്ന രാഗത്തിലാണ്. ദാവീദ് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ എഴുതിയത് വായിച്ചിട്ടുണ്ട്, ഗദ്യരാഗത്തിൽ എഴുതിയത് വായിച്ചിട്ടുണ്ട്, മിണ്ടാത്ത പ്രാവ് എന്ന രാഗത്തിൽ എഴുതിയത് വായിച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക രാഗമാണ് ഈ 80-ാം സങ്കീർത്തനം. സാരസ സാക്ഷ്യം എന്ന രാഗമാണ്. ഇതിനു മുൻപും നമുക്ക് ഇതേ രാഗത്തിൽ എഴുതിയ സങ്കീർത്തനങ്ങളുണ്ട്. ദാവീദ് അല്ലാതെ ആസാഫ് എഴുതിയ സങ്കീർത്തനങ്ങൾ ഉണ്ട്. 45-ാം സങ്കീർത്തനം, 60-ാം സങ്കീർത്തനം, 69-ാം സങ്കീർത്തനം, ഈ 3 സങ്കീർത്തനങ്ങളും ഇതിനു മുൻപ് ഈ സാരസ സാക്ഷ്യം എന്ന രാഗത്തിൽ എഴുതിയിട്ടുണ്ട്. സാരസ സാക്ഷ്യം, സാക്ഷ്യം എന്നാണെങ്കിലൊക്കെ നമുക്ക് ചിന്തിക്കാം. സാരസ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഈ സാരസ എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം. ഇത് താമരയുടെ സാക്ഷ്യം എന്ന രാഗത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. താമരയ്ക്ക് എന്താണ് സാക്ഷ്യം പറയാനുള്ളത്? ഇത് താമരയുടെ സാക്ഷ്യമാണോ, അതോ ഇസ്രായേലിന്റെ സാക്ഷ്യമാണോ, അതോ നമ്മുടെ സാക്ഷ്യമാണോ? സ്തോത്രം. നമുക്ക് ഏതായാലും ഈ സങ്കീർത്തനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സാരസ സാക്ഷ്യം എന്താന്നൊക്കെ നോക്കിപ്പോകാം. സ്തോത്രം. ഈ സങ്കീർത്തനം നിശ്ചയമായും എഴുതിയത് പ്രവാസകാലത്തിലായിരിക്കാനാണ് സാധ്യത. കാരണം ഈ സങ്കീർത്തനത്തിനകത്ത് വടക്കേ ഗോത്രങ്ങളുടെ യഥാസ്ഥാപനമാണ് ഇതിലെ പ്രധാന വിഷയം. വടക്കേ ഗോത്രം എന്ന് പറയുമ്പോൾ അശൂരിലേക്ക് പ്രവാസത്തിൽ പോയ 10 ഗോത്രങ്ങൾ. ഇതിന്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് ചില കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. കാരണം ഇത് പ്രവാചകന്മാരായ ആമോസോ ഇരമ്യാവോ അല്ലെങ്കിൽ യെഹെസ്കേലിന്റെ കാലത്താണ് ഇത് രചിച്ചത്.
ആസാഫല്ല രചയിതാവ് എന്നൊക്കെയുള്ള ശക്തമേറിയ കോൺട്രവേഴ്സികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതങ്ങനെയല്ല. ദാവീദിന്റെ കാലത്ത് ആസാഫ് പ്രവചനാത്മാവിൽ എഴുതിയതാണെന്നുള്ളതാണ് വിശ്വാസം. സ്തോത്രം. നമുക്ക് ഈ സങ്കീർത്തനത്തെ 3 കാറ്റഗറികളായി തിരിച്ച് പഠിക്കാൻ കഴിയുന്നതാണ്. ഒന്ന്, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തി ഇസ്രായേലിനെ വിജയത്തിലേക്ക് നടത്തണമെന്നുള്ള പ്രാർത്ഥനയാണ് നാം ആദ്യത്തെ 3 വാക്യങ്ങളിൽ കാണുന്നത്. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തി ഇസ്രായേലിനെ ജയത്തിലേക്ക് നയിക്കണം, അല്ലെങ്കിൽ ജയത്തിലേക്ക് നടത്തണം എന്നുള്ള പ്രാർത്ഥന. രണ്ടാമത് നാം കാണുന്നത്, ദൈവം ജനത്തോട് കോപിച്ച് അവരെ പരിഹാസപാത്രമാക്കരുത് എന്നുള്ള അപേക്ഷയാണ്. അതാണ് നമുക്ക് 4 മുതൽ 7 വരെ കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥന, ദൈവത്തിന്റെ മുന്തിരിവള്ളിയെ ഉപേക്ഷിക്കാതെ സംരക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് 8 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. ഇങ്ങനെ 3 പ്രാർത്ഥന എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ കഴിയും. ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. സ്തോത്രം. ഈ സങ്കീർത്തനം, ഇതിന്റെ കീവേഡ് നമുക്കൊന്ന് നോക്കാം. ഈ സങ്കീർത്തനത്തിന്റെ കീവേഡ് 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഇനി ഇതിന്റെ 7-ാമത്തെ വാക്യം നോക്കാം. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഇനി ഇതിന്റെ 19-ാമത്തെ വാക്യം നോക്കാം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. 3-ാം വാക്യം, 7-ാം വാക്യം, 19-ാം വാക്യം, 3 വാക്യങ്ങൾ കോമണായി ഒരേ വിഷയം വിളിച്ചു പറയുന്നു. എന്താണ് ആ വിഷയം? ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ആസാഫിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള നിലവിളിയാണ് ഈ സങ്കീർത്തനത്തിന്റെ കീവേഡ്. അതായത് യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന വിഷയം. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്, ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന. സ്തോത്രം. ഇവിടെ ഈ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറയുമ്പം പെട്ടെന്ന് നമുക്കൊരു തോന്നലുണ്ടാകും, ഇവര് പ്രവാസത്തിലാണല്ലോ, അവിടെ നിന്ന് ഇവരെ മടക്കിക്കൊണ്ടുവരാൻ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്നുള്ളതായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ അല്ല അവർ ഉദ്ദേശിച്ചത്. ഈ 3 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ ഉദ്ദേശം പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങി വരവല്ല അവർ ഉദ്ദേശിച്ചത്. പിന്നെ അവർ ഉദ്ദേശിച്ചത് ദൈവത്തിങ്കിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരണമേ എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. സ്തോത്രം. നമ്മൾ ഇന്ന് രാവിലെ ഏതെങ്കിലുമൊക്കെ കഷ്ടതയ്ക്കകത്തും പ്രതിസന്ധിക്കകത്തൊക്കെ അകപ്പെട്ട് നിൽക്കുന്നവർ കാണാം. പക്ഷെ നമ്മുടെ പ്രാർത്ഥന അതിനകത്തുനിന്ന് നമ്മളെ മടക്കിക്കൊണ്ടുവരാനാകരുത്, പകരം ദൈവത്തിങ്കിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരാം. സ്തോത്രം.
ദൈവത്തെങ്കിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ, സ്തോത്രം, നഷ്ടപ്പെട്ടത് നമ്മളാണ്. സ്തോത്രം. അവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങി വരവല്ല ആവശ്യം, പിന്നെ ഞങ്ങൾക്ക് ദൈവത്തെങ്കിലേക്കുള്ള മടങ്ങി വരവാണ് ആവശ്യം. കാരണം നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളാണ്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാനിപ്പം ഇന്നലെ ഞാൻ വളരെ ഗൗരവമായി ചിന്തിച്ച വിഷയമാണ്. 7 ദിവസം ഞാനിപ്പോൾ ഫാസ്റ്റിങ്ങിലാണ്. ആക്ച്വലി ഞാൻ ഇന്നലെ ഇവിടെ ഒരാളോട് പറയുകയും ചെയ്തു. ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് 7-8 മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു എന്നുള്ള കാരണത്താൽ എന്നെ അവിടെ പരിഹസിച്ച ആളുകൾ പലരുമുണ്ട്. സ്തോത്രം. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ എത്ര ശതമാനം പ്രാർത്ഥിക്കാൻ കഴിയുന്നു, എത്ര ശതമാനം തിരുവെടുത്ത് ധ്യാനിക്കാൻ കഴിയുന്നു, എത്ര ശതമാനം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ ഞാൻ വളരെ സങ്കടാകരമായ അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി പറയാൻ കഴിയും, നഷ്ടപ്പെട്ടത് ഞാനാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ഒരു കൊതിയാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. സ്തോത്രം. ഒരു പരീക്ഷനെ പോലെ പ്രാർത്ഥിക്കുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. ചുങ്കക്കാരനെ പോലെ ഇന്ന് രാത്രിയിൽ, ഇന്ന് പ്രഭാതത്തിൽ പച്ചയായൊരു മനുഷ്യൻ എന്ന നിലയിൽ, ദൈവമേ, ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു, നഷ്ടപ്പെട്ടത് ഞാനാണ്, എന്നെ ഒന്ന് മടക്കിക്കൊണ്ട് വരണമേ, ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ എന്നോട് ചേർന്ന് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഇന്ന് രാവിലെ മെസ്സേജ് കഴിയുമ്പോൾ ദൈവം നമ്മെ മടക്കിക്കൊണ്ടുവരും. സ്തോത്രം എന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തും. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്കൊരു ചിന്ത വന്നു. മടങ്ങി വരണമെങ്കിൽ മടങ്ങി വന്നാൽ പോരേന്ന്. മടങ്ങി വരണമെന്നുള്ള അറിവ് നമ്മുടെ അകത്തുണ്ടല്ലോ, ഉണ്ട്. എന്നാ പിന്നെ അങ്ങ് മടങ്ങി വന്നാൽ പോരെ? അങ്ങനൊരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. സ്തോത്രം. പക്ഷേ മടങ്ങി വരുവാൻ ഉള്ളിൽ ആഗ്രഹമുണ്ട്, മടങ്ങി വരണമെന്നും അറിയാം. പക്ഷെ അങ്ങനെ അങ്ങ് മടങ്ങി വന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ, സ്തോത്രം, പിന്നെന്തിനായി മടക്കി വരുത്താൻ പ്രാർത്ഥിക്കുന്നത്? സ്വയം മടങ്ങി വന്നാൽ പോരെ? മടക്കി വരുത്താൻ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. എന്താണ്? സ്വയമായി മടങ്ങി വരാൻ കഴിയില്ല. സ്തോത്രം. പിന്നെ മടക്കി വരുത്തിയേ മതിയാകൂ എന്ന് പറഞ്ഞാൽ ഞാൻ അൺഹെൽപ്ലെസ് ആണ്. സ്തോത്രം. അല്ല, എനിക്ക് ദൈവത്തിന്റെ സഹായമുണ്ടായേ മതിയാവൂ. ഇന്ന് രാവിലെ സമയം സ്വയമായി മടങ്ങി വരാൻ നീ എത്ര ശ്രമിച്ചാലും കഴിയാത്ത അനുഭവത്തിലാണ്. മടങ്ങി വരണമെന്നുള്ള അവബോധ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ സ്വയമായി മടങ്ങി വരാൻ കഴിയുന്നില്ല. പക്ഷേ ദൈവം മടക്കി വരുത്തിയേ മതിയാവും. അതാണ് ഇന്നത്തെ പ്രാർത്ഥനയുടെ തീവ്രത. ശരിയാണ്, പണ്ടത്തേതുപോലെ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പണ്ടത്തേതുപോലെ ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പണ്ടത്തേതുപോലെ കരയണമെന്ന് ആഗ്രഹം. പണ്ട് ചുമ്മാ ഇരുന്നാൽ മതിയായിരുന്നു, ഷർട്ട് മൊത്തം നനയുമായിരുന്നു, കണ്ണുനീരുണ്ട്. ഇപ്പൊ ആ കരയാൻ പറ്റുന്നില്ല. 5-6 മണിക്കൂർ പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷെ അതിനെ അലാറം വെച്ച് എഴുന്നേറ്റിരുന്ന് 6 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പഴയതുപോലെ ഇരുന്നാലും 1 മണിക്കൂർ ആകുമ്പോൾ എഴുന്നേറ്റ് പോകയാ. സ്തോത്രം. പറ്റുന്നില്ല. സ്തോത്രം. പക്ഷേ അതാണ് പറഞ്ഞത്, എനിക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ സ്വയമായി എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ഞാനിപ്പോൾ വല്ലാത്ത ഒരു ഹെൽപ്ലെസ് ആണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ അനുഭവത്തോട് ചേർന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ദൈവം നിന്നെ മടക്കിക്കൊണ്ടുവരും. സ്തോത്രം. ഈ രാവിലെ സമയം പ്രാർത്ഥിക്കാൻ ഹൃദയം തുറക്കാൻ തയ്യാറാകുക. പണ്ടത്തെ പ്രാർത്ഥനയിലേക്ക്,
പണ്ടത്തെ ആരാധനയിലേക്ക്, പണ്ടത്തെ ആത്മീയ അനുഭവത്തിലേക്ക്, പണ്ടത്തെ ശുശ്രൂഷയിലേക്ക്, പണ്ടത്തെ വെളിപ്പാടുകളിലേക്ക്, പണ്ടത്തെ ആത്മീക തലങ്ങളുടെ മേഖലകളിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാവിലെ മുതൽ ചിലതിനെ മടക്കി കൊണ്ടുവരാൻ പോകുകയാണ്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ രാവിലെ സമയം എത്ര പേർ തയ്യാറാകുന്നുണ്ട്? സ്തോത്രം. ഞാന് സിമ്പിളായി പറയുന്ന ഒരു ഉദാഹരണമാണ്. കാടിളക്കുന്ന വലിയൊരു കൊമ്പനാനയാണെങ്കിൽ പോലും വാരിക്കുഴി വീണാൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവിടെ കിടന്ന് ചിഹ്നം വിളിക്കാന്നല്ലാതെ, അവിടെ കിടന്ന് ബഹളം വെക്കാന്നല്ല, അതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ചിലതിൻ്റെയൊക്കെ ഈ വാരിക്കുഴി വീണതിന്റെ ബഹളമായി കേൾക്കുന്നേ. സ്തോത്രം. പക്ഷേ ഒരു കുങ്കിയാന വരണം നിന്നെ അതിനകത്തുനിന്ന് വലിച്ചു കയറ്റണമെങ്കിൽ, നീ ഏത് പ്രവാചകനാണേലും സെൻട്രൽ പാസ്സാണേലും പാസ്സാണേലും, നമുക്ക് ഈ മറ്റൊരാളുടെ സഹായം ഒന്നും ഇഷ്ടമല്ല, നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയല്ല. പക്ഷേ വേണ്ടെന്നേ. പക്ഷേ ആ വാരിക്കുഴിയിൽ നിന്ന് കയറാൻ ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ. ഞാൻ ഈ സങ്കീർത്തനത്തിന്റെ ഈ പ്രാർത്ഥനയുടെ തീവ്രത നിങ്ങളെ ഒന്ന് സ്തോത്രം ബോധ്യപ്പെടുത്താം. ഈ പ്രാർത്ഥനയുടെ തീവ്രത 3 പ്രാവശ്യം ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി. ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിക്കുക. സ്തോത്രം. ഒരിക്കൽ ആദ്യത്തെ പ്രാവശ്യം 3-ാം വാക്യത്തില് ദൈവമേ എന്ന് വിളിച്ചാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. പക്ഷേ 7-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ തീവ്രത കൂടി. അവിടെ സൈന്യങ്ങളുടെ ദൈവമേ എന്നായി. കണ്ടോ? ഈ സൈന്യങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? സൈന്യങ്ങളുടെ ദൈവം യഹോവ സാബോത്ത്. അതാണ് സൈന്യങ്ങളുടെ യഹോവ സാബോത്ത്. ദൈവത്തിന്റെ സൈന്യത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ സൈന്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നതല്ല അവന്റെ സൈന്യമാണ്. അതിന് വെട്ടുക്കിളിയാകട്ടെ, തുള്ളനാകട്ടെ, പച്ചപ്പുഴു ആകട്ടെ, വീട്ടിലാകട്ടെ, യോനായുടെ ആവണക്ക് കുത്തിക്കളഞ്ഞ പുഴുവാകട്ടെ, യോന വിഴുങ്ങിയ മത്സ്യമാകട്ടെ, പ്രപഞ്ചത്തിലുള്ള അവന്റെ വാക്കനുസരിക്കുന്ന, ഇനി അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ശുശ്രൂഷകന്മാര് എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റാകട്ടെ, ഇതെല്ലാം അഗ്നിജ്വാലയാകട്ടെ, ഇതെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേട്ടനുസരിക്കുന്ന സകലതും അവന്റെ സൈന്യമാണെങ്കിൽ ആ സൈന്യങ്ങളുടെ യഹോവയെ ഇവിടെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്ന് വിളിച്ചാണെങ്കിൽ രണ്ടാമത് പ്രാർത്ഥിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ തീക്ഷ്ണത കൂടി. 2-ാം പ്രാവശ്യത്തെ അപേക്ഷയുടെ തീക്ഷ്ണത കൂടി. ഇനി 19-ാമത്തെ വാക്യം വന്നപ്പോൾ, അവസാനം വന്നപ്പോൾ ഒരു പദം കൂടി. എന്താ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ എന്ന് വിളിച്ചു. ആദ്യം ദൈവമേ എന്ന് വിളിച്ചു, പിന്നെ സൈന്യങ്ങളുടെ ദൈവമേ എന്ന് വിളിച്ചു, ഇപ്പോൾ പറയുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ. കണ്ടോ? 3-ാമത്തെ പ്രാവശ്യം ആയപ്പോൾ ആ നിസ്സഹായ അവസ്ഥ അത്ര ആഴത്തിലാണ്. അവിടുന്ന് ചങ്കു പൊട്ടിയാണ് 3-ാമത്തെ പ്രാവശ്യം പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ എന്ന്. ആ പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിക്കുകയാണ്. ഇന്ന് രാവിലെ ഇരുന്നൊരു കഥ കേൾക്കുന്ന പോലെ മെസ്സേജ് കേൾക്കരുത്. സ്തോത്രം. ഈ ആസാബ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഓരോരുത്തരുമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ വിചാരം നിങ്ങൾ പൂർണ്ണമായും അങ്ങ് യഥാസ്ഥാനപ്പെട്ടിരിക്കുക എന്നാണോ? നോ നോ നോ. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എത്രയോ സ്വപ്നങ്ങളുണ്ടെന്നറിയാമോ? ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എത്രയോ പ്രതീക്ഷകളുണ്ട്. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ടെന്നറിയാമോ? പക്ഷേ പലപ്പോഴും ദൈവം നിരാശിതനാണ്. നമ്മൾ ദൈവം ഉദ്ദേശിച്ച തലങ്ങളിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഇന്ന് രാവിലെ സമയം പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിക്കട്ടെ. ദൈവമേ എന്ന് വിളിച്ചും
സൈന്യങ്ങളുടെ ദൈവമേ എന്ന് വിളിച്ചും സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ എന്ന് വിളിച്ചും ഈ 2025 സ്തോത്രം ഒരു പ്രാവശ്യം ദൈവസന്നിധിയിൽ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പ്രാർത്ഥിച്ച് എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ഈ പ്രാർത്ഥനയുടെ കൂടെ ചേർക്കുന്ന ഒരു പദം കൂടെയുണ്ട്, സ്തോത്രം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എന്തിനാണ് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരണം, യഥാസ്ഥാനപ്പെടണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ, നീ ഞങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കുന്നത് നിമിത്തം തിരുമുഖം പ്രകാശിക്കാതിരിക്കുകയാണ്. ഞങ്ങൾ നിങ്കലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ തിരുമുഖം പ്രകാശിക്കുന്നുള്ളൂ ഞങ്ങളുടെ മുമ്പിൽ. അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശമില്ലാതെ ഞങ്ങൾ ഇരുണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണിത്. സ്തോത്രം. കാരണം നീ ഞങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നു. സ്തോത്രം. എന്നാൽ ഞങ്ങൾ വേണ്ടതുപോലൊന്ന് പ്രകാശിക്കേണ്ടതിന്, ആ പ്രകാശത്തിൽ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്കൊന്ന് മടക്കി കൊണ്ടുവരണം. ഇന്ന് രാവിലെ സമയം എൻ്റെ അമ്മ പണ്ട് കൂടെ പറയുന്നൊരു പദം ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മൊത്തം ഹിന്ദുക്കളാണ്, നായേഴ്സ് ഫാമിലിയാണ്. ഞങ്ങളും ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നാണ് വിശ്വാസത്തിൽ വന്നത്. പക്ഷെ പെന്തക്കോസിൽ വന്നത് ഞങ്ങളുടെ വീട് മാത്രമല്ല അവിടെ. അപ്പം അമ്മ നിരാശ വരുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, നീ നോയിക്ക്, ഇത്രയും വീടുകളുണ്ടായിട്ട് നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ രക്ഷപ്പെടാതെ കിടക്കുന്നത്, നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ ഗതി പിടിക്കാൻ കിടക്കുന്നതെന്ന്. സ്തോത്രം. അറിവില്ലായ്മയിൽ നിന്ന് പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ കേൾക്കാറുണ്ട്. സ്തോത്രം. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണം. പലരും വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ വേണ്ടതുപോലെ രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ രക്തബന്ധങ്ങളുടെ നടുവിൽ, ദേശത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് ഒന്നുമാകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവൻ പുറം തിരിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാ നിങ്ങൾ രക്ഷപ്പെടുന്നത്? അവൻ പുറം തിരിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാ അവന്റെ മുഖപ്രകാശം നിങ്ങളിലേക്ക് വരുന്നത്? ഈ രാവിലെ സമയം എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനാവാചകം ആദരത്തിൽ നിങ്ങൾ ഉരുവിടുന്നെങ്കിൽ നിശ്ചയം ദൈവം നിങ്ങളെ മടക്കിക്കൊണ്ടുവരുന്ന നിമിഷം മുതൽ അവന്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ വീണിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു വിടുതൽ നിങ്ങളിൽ ആരംഭിക്കാൻ പോകുകയാണ്. നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു ഡെലിവറൻസ് നിങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ആരോടൊക്കെയോ ആത്മാവ് പറയുന്നു, ഈ രാവിലെ മുതൽ നിന്റെ ചരിത്രം മാറ്റുന്ന, നിന്റെ ഗതി മാറ്റുന്ന, നിന്റെ അവസ്ഥ മാറ്റുന്ന, സാഹചര്യത്തെ ചേഞ്ച് ചെയ്യുന്ന ദൈവത്തിന്റെ മുഖത്തിന്റെ പ്രകാശം നിന്റെ മേൽ വീശത്തക്ക രീതിയിൽ ഇന്ന് രാവിലെ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഈ രാവിലെ ദൈവത്തിന്റെ ഏജന്റിനെ പോലെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. ചിലരെ മടക്കിക്കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ഈ രാവിലെ സമയം ആഴമായി ചലിക്കുന്ന പ്രഭാതമാണ്. സ്തോത്രം. നോക്ക്, ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. സ്തോത്രം. ഈ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ്, ആദ്യമായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരാം. സ്തോത്രം. തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് ആദ്യമായി നമ്മൾ കാണുന്ന സംഖ്യാപുസ്തകം 6-ാം അധ്യായം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ, 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ
യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഈ ഭാഗം നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള എന്താണെന്നറിയാമോ? എപ്പോഴാണെന്നറിയാമോ ഇത് കേൾക്കുന്നത്? ഇതിനെ ആശീർവാദ അനുഗ്രഹമായി നമ്മൾ മാറ്റിവെച്ചിരിക്കുക. ഇത് കല്യാണ വേദികളിലാണ് കൂടുതലും കേൾക്കുന്നത്. സ്തോത്രം. ഇതിന്റെ പശ്ചാത്തലം എന്താ? സ്തോത്രം. മോശ പർവ്വതത്തിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ദൈവം മോശയോട് പറയാണ്, നീ ഇറങ്ങിച്ചെന്ന് എൻ്റെ ജനത്തെ ഇത് പറഞ്ഞ് അനുഗ്രഹിക്കണം. സ്തോത്രം. ഇപ്പം നമ്മൾ പറയല്ലേ, ഇപ്പം ഞാൻ ഷൂപാസ്റ്ററെ കോട്ടയത്ത് വെച്ച് കാണുക. ഇപ്പം ഞാൻ പറയുകയാണ്, ഷൂപാസ്റ്ററെ കുടുംബത്തോട് എൻ്റെ അന്വേഷണം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അന്വേഷണം അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു വിടുക. സ്തോത്രം. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശയോട് ദൈവം പറയുകയാണ്, നീ ഇത് ചെന്ന് എൻ്റെ ജനത്തെ പറഞ്ഞ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ അനുഗ്രഹം മോശയിലൂടെ ജനത്തിന് കൈമാറുക. സ്തോത്രം. എന്നോട് ഇന്ന് രാവിലെ ഇത് കേൾക്കാനാണ് നിന്റെ ചെവി ഇന്ന് രാവിലെ ദൈവം തുറന്നു വെച്ചിരിക്കുന്നത്. ഈ രാവിലെ നിന്നെ പ്രാഗ്യവരുടെയും ശപിച്ചവരുടെയും നിന്റെ മക്കൾ വെള്ളം തരികയെന്ന് പറഞ്ഞവരുടെയും ഗതി പിടിക്കത്തെന്ന് പറഞ്ഞവരുടെയും മുഴുവൻ ആളുകളും കേൾക്കേ നടുവിൽ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം ഇന്ന് രാവിലെ ദൈവം നിന്നെ അറിയിക്കുകയാണ്. സ്തോത്രം. എങ്ങനെയാ ദൈവം അറിയിക്കുന്നത്? യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കും. സ്തോത്രം. അവന്റെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്റെ മേൽ അവന്റെ കൃപ ചൊരിയും. അവൻ തന്റെ മുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകിത്തരും. ഇങ്ങനെ നീ ഇസ്രായേലിൽ എല്ലാവരും കാണുകെ അവന്റെ നാമം നിന്റെ മേൽ വെച്ച് അവൻ നിന്നെ അനുഗ്രഹിക്കുമെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, തിരുമുഖം പ്രകാശിപ്പിക്കും. ആട്ടെ, ദൈവത്തിന്റെ തിരുമുഖം ഈ മാസം നിന്റെ മേൽ പ്രകാശിക്കും. ഇന്ന് രാവിലെ മുതൽ പ്രകാശിച്ചാൽ എന്താ ഗുണം? രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, തിരുമുഖം പ്രകാശിച്ചാൽ അവന്റെ കൃപ നിന്റെ മേൽ ചൊരിയപ്പെടും. സ്തോത്രം. അവന്റെ കൃപ ചൊരിയപ്പെടണമെങ്കിൽ അവന്റെ മുഖം പ്രകാശിച്ചേ മതിയാകൂ. രണ്ട്, അവന്റെ സമാധാനം നിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ അവന്റെ മുഖം നിനക്ക് നേരെ അവൻ ഉയർത്തിയേ മതിയാകൂ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ചങ്കുപൊട്ടിയാണെങ്കിലും പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളെ മടക്കി കൊണ്ടുവരണമേ എന്ന് എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അവന്റെ കൃപ നിന്റെ മേൽ ചൊരിയപ്പെടണമെങ്കിൽ, അവന്റെ സമാധാനം നിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഒന്ന് മടങ്ങി വരാൻ, ഒന്ന് യഥാസ്ഥാനപ്പെടുവാൻ ഈ രാവിലെ മുതൽ തയ്യാറാകാൻ പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഞാൻ ഈ ഭാഗത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാൻ എൻ്റെ ഉള്ളിലുണ്ട്. സമയം നമ്മുടെ ഓടിപ്പോയല്ലോ. അതുകൊണ്ട് സ്തോത്രം, ഒരു കാര്യം മാത്രം വേഗം പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ മടക്കിക്കൊണ്ട് വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആട്ടെ, നമുക്കൊരു ചെറിയ ചോദ്യത്തോടു കൂടെ അടുത്ത പോർഷനിലോട്ട് കയറാം. സ്തോത്രം. എങ്ങോട്ടാണ് നാം മടങ്ങി വരേണ്ടത്? സ്തോത്രം. എങ്ങോട്ടാണ് നാം മടങ്ങി വരേണ്ടത്? മടക്കിക്കൊണ്ട് വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, യഥാസ്ഥാനപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ചോദ്യം ചോദിക്കാം, ആസാഫേ, എങ്ങോട്ടാണ് മടക്കിക്കൊണ്ടുവരേണ്ടത്? സ്തോത്രം. അല്ലെങ്കിൽ എങ്ങോട്ടാണ് നാം മടങ്ങി വരേണ്ടത്? സ്തോത്രം. 3 അതിപ്രധാനപ്പെട്ട ഉത്തരങ്ങൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്, എങ്ങോട്ടാണ് മടങ്ങി വരേണ്ടത് എന്നുള്ളതിന്. സ്തോത്രം. ഒന്നാമത്തെ ഉത്തരം, ഇടയന്റെ അടുക്കലേക്കാണ് മടങ്ങി വരേണ്ടത്. സ്തോത്രം. ഇടയന്റെ അടുക്കലേക്കാണ് മടങ്ങി വരേണ്ടത്. സ്തോത്രം. 80-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളോവേ,
അണ്ടർലൈൻ ചെയ്തോണം, ഇസ്രായേലിന്റെ ഇടയനായുള്ളോവേ. അപ്പോൾ നാം എങ്ങോട്ടാണ് മടങ്ങി വരേണ്ടത്? സ്തോത്രം. എങ്ങോട്ടാണ് മടങ്ങി വരേണ്ടത്? ഇടയന്റെ അടുക്കിലേക്കാണ് മടങ്ങി വരേണ്ടത്. സ്തോത്രം. ഇവിടെ ഇസ്രായേലിനെ ഒരു ആട്ടിൻകൂട്ടമായിട്ടാണ് ആസാബ് ചിത്രീകരിക്കുന്നത്. ശരിയല്ലേ പ്രിയരെ? മിസ്രൈമിൽ നിന്ന് 30 ലക്ഷത്തോളം ജനം 40 വർഷം കൊണ്ട് കനാൻ വരെ എത്തിയ ചരിത്രം പഠിച്ചാൽ ഒരാട്ടിൻകൂട്ടത്തെ പോലെയാണ് ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്നത്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, മിസ്രൈമിൽ നിന്ന് ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തിക്കൊണ്ടുവന്ന ജനം ഇന്ന് ആ ഇടയന്റെ മുൻപിൽ നിന്ന് വല്ലാതെ പിന്നോട്ട് മാറിപ്പോയി. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം, ഇടയന്റെ പിന്നാലെ പോയാൽ മാത്രമേ സ്വസ്ഥതയുള്ള മേച്ചിൽപ്പുറങ്ങളിലേക്കും പച്ചയായ മേച്ചിൽപ്പുറങ്ങളിലേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിങ്കിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇടയന്റെ പിൻപിൽ തന്നെ നിൽക്കണം. സ്തോത്രം. ഇടയന്റെ പിൻപിൽ നിൽക്കാത്ത ഒരുത്തർക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം ഇടയന്റെ പിൻപിൽ നിന്ന് നീ പിൻവാങ്ങിപ്പോയത് കൊണ്ടാണ്. ഇന്ന് രാവിലെ സമയം ആ ഇടയന്റെ അടുക്കിലേക്കൊന്ന് മടങ്ങി വന്നാൽ, അവന്റെ പിന്നിൽ തന്നെ നിൽക്കാൻ നീ ഒന്ന് താല്പര്യപ്പെട്ടാൽ, ഈ വർഷത്തിന്റെ തുടക്കം തന്നെ ചില പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. സ്തോത്രം. സ്വസ്ഥതയുള്ള ചില വെള്ളത്തിന്റെ തലങ്ങൾ നിനക്ക് വേണ്ടി ഓപ്പണായി വരും. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇടയന്റെ പിൻപിൽ നിൽക്കാതെ പോകുന്ന ചില ആടുകളുണ്ട്, കൂട്ടം തെറ്റിപ്പോകുന്നത്. അവർക്കും മേച്ചിൽപ്പുറങ്ങൾ കിട്ടും, പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നീ പോയി ചാടുന്ന പല മേച്ചിൽപ്പുറങ്ങൾക്കകത്തും അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സ്തോത്രം. മനസ്സിലായില്ലേ? പുറമേ നോക്കുമ്പം പച്ചയായ മേച്ചിൽപ്പുറമേ കാണത്തുള്ളൂ, പക്ഷെ ഇറങ്ങി കഴിയുമ്പോഴാണ് ആ പച്ചപ്പുല്ലിന്റെ അടിയിൽ മറഞ്ഞിരിക്കുന്ന അണലികൾ നിന്നെ കൊത്തി ചോര കുടിച്ച് നീ ചത്തു മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇടയൻ എങ്ങനെയാണെന്നറിയാമോ? ഒരു പച്ചപ്പുൽപ്പുറം കണ്ടാൽ ആടുകളെ അതിന്റെ തീരത്ത് നിർത്തിയിട്ട് താൻ ഇറങ്ങിച്ചെന്ന് തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ പുല്ലിനകത്ത് കുത്തി 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 അത് ഈ പച്ചപ്പുലിന്റെ അടിയിൽ കിടക്കുന്ന അണലിയുടെ മാളങ്ങൾ കുത്തി പൊളിച്ചു കളഞ്ഞും, അത് മാളമെന്ന് തോന്നിയതിന്റെ മുമ്പിലൊക്കെ കല്ലുകൾ വെച്ച് മാളങ്ങൾ അടച്ചും, അത് തൻ്റെ ആടിന്റെ പ്രാണനോ ശാരീരിക മേഖലയ്ക്കോ ഹീനം വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെയും മാറ്റിയിട്ട് സുരക്ഷകൾ ഒരുക്കിയിട്ടാണ് തൻ്റെ ആടുകൾക്ക് ആ പച്ച അത് മേച്ചിൽപ്പുറം ഒരുക്കി കൊടുക്കുന്നതെങ്കിൽ, ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, വഴി കാണുന്ന മേച്ചിൽപ്പുറങ്ങളുടെ പുറകെല്ലാം പോയി അപകടം വിളിച്ചു വരുത്താതെ ഇന്ന് രാവിലെ ആ ഇടയന്റെ പിൻപിൽ ഒന്ന് നിൽക്കാൻ തയ്യാറായാൽ നിന്നെ പച്ചയായ സുരക്ഷമേറിയ മേച്ചിൽപ്പുറങ്ങളിലൂടെ കൊണ്ടുപോയി സ്വസ്ഥതയുള്ള വെള്ളത്തിങ്കിലൂടെ നിന്നെ നടത്താൻ ഇന്ന് രാവിലെ ആ ഇടയന് കഴിയുമെങ്കിൽ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു, നാം ഇടയന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. എന്താണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്? സ്തോത്രം. ഇടയന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നാം ഓരോരുത്തരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, അത് താന്താന്റെ വഴിക്ക് പോയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു, നമ്മുടെ അധ്യക്ഷനായ അത് ആത്മാക്കളുടെ ഇടയനായ ആ ഇടയങ്കലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ചിലരോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ. സ്തോത്രം. രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. എവിടേക്കാണ് നാം മടങ്ങി വരേണ്ടത്? സ്തോത്രം. എങ്ങോട്ടാണ് നാം മടങ്ങി വരേണ്ടത്? ആ 1-ാം വാക്യത്തിൽ, 80-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ മറ്റൊരു പരാമർശമുണ്ട്. സ്തോത്രം. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ എന്നൊരു പരാമർശമുണ്ട്. സ്തോത്രം. അപ്പോൾ നാം മടങ്ങി വരേണ്ടത് എവിടേക്കാണ്? നാം മടങ്ങി വരേണ്ടത് കെരൂബുകളിൽ അധിവസിക്കുന്നവന്റെ അടുക്കലേക്കാണ് നാം ഒന്ന് മടങ്ങി വരേണ്ടത്. സ്തോത്രം. ഓക്കെ,
ഒരു കാര്യം വളരെ വേഗം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കെരൂബുകളിന്മേൽ അധിവസിക്കുന്ന ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഒരു ഇസ്രായേലിലെ യഹൂദനെ സംബന്ധിച്ച്, ഒരു സാധാരണ ഇസ്രായേലിലെ യഹൂദനെ സംബന്ധിച്ച് അവന്റെ വിചാരം ഈ പാളയത്തിലെങ്ങാൻ നിന്നാ മതി, അല്ലെങ്കിൽ കൂടി വന്നാൽ ആ പ്രാകാരം വരെ പോയി നിൽക്കണം. സ്തോത്രം. അവിടെ നിന്ന് യാഗം നടത്തുന്നതും യാഗപീഠവും ഒക്കെ കാണാമായിരിക്കാം. എന്നാൽ ഒരു പുരോഹിതനെ സംബന്ധിച്ച് പുരോഹിതന്റെ വിചാരം, സ്തോത്രം, വിശുദ്ധ സ്ഥലം വരെ പോകാം, വിശുദ്ധ സ്ഥലം വരെ പോകാം. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് പ്രാകാരത്തിൽ നിൽക്കാനല്ല, വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാനും അല്ല. പിന്നെ തിരശീലയ്ക്കപ്പുറം ഒരു കൃപാസനമുണ്ട്. ആ കൃപാസനത്തിന്റെ മീതെ ചിറക് വിരിച്ചു നിൽക്കുന്ന 2 കെരൂബുകളുണ്ട്. അവയുടെ നടുവിൽ വസിക്കുന്ന തേജോമയനായ ദൈവമുണ്ട്. അവന്റെ അടുക്കലേക്ക് വരാനാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:16 പറയുന്നത്. എന്താ എബ്രായ ലേഖനം 4:16 പറയുന്നത്? കൂടെ കൂടെ നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ നാം പ്രാർത്ഥിക്കുന്ന വാചകമാണ് എബ്രായ ലേഖനം 4:16. അതെ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തിന് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരിക. ഇന്നലകളിൽ ആ കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരാൻ ധൈര്യമില്ലാതിരുന്ന ഒരു ഇസ്രായേൽ ജനത്തെയാണ് നാം കാണുന്നത്. പ്രാകാരം കൊണ്ടും വിശുദ്ധ സ്ഥലം കൊണ്ടും തൃപ്തിപ്പെട്ട ഒരു ജനതയെ നാം കാണുമ്പോൾ ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു, ആ തിരശീല എല്ലാം മാറിയെന്ന്. യേശു തന്റെ ശരീരം എന്ന ആ ദേഹത്തിലൂടെ പുതുവഴി നമുക്ക് വേണ്ടി തുറന്ന് തിരശീല മാറ്റി ഏതു സമയത്തും ആ കെരൂബുകളുടെ നടുവിൽ അധിവസിക്കുന്ന തേജോമയനായ ദൈവത്തിന്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ, ആ കൃപാസനത്തിങ്കിലേക്ക് കയറി വരാൻ ഒരു വഴിയൊരുക്കിയെങ്കിൽ ഇന്ന് രാവിലെ ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, കുഞ്ഞെ, നീ ഇപ്പോഴും ആ പ്രാകാരത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, നീ ഇപ്പോഴും വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് അവൻ വസിക്കുന്ന സ്ഥലത്തേക്ക്, ആ കൃപാസനത്തിന്റെ ചുവട്ടിലേക്കൊന്ന് മടങ്ങി വരാൻ, ആ ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും ഹ്യൂജ് എമൗണ്ട്, ഏറ്റവും ഉന്നതമായ തലത്തിലേക്കൊന്ന് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ രാവിലെ സമയം എത്ര പേർ അങ്ങനെ ഒരു ദൈവ സാന്നിധ്യത്തെങ്കിലേക്ക്, അതേ കെരൂബുകളിന്മേൽ അധിവസിക്കുന്ന ദൈവത്തെങ്കിലേക്കൊന്നും മടങ്ങി വരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. നാം എങ്ങോട്ടാണ് മടങ്ങി വരേണ്ടത്? സ്തോത്രം. മൂന്നാമത്തെ കാര്യം, സ്തോത്രം, ഇവിടെ ഈ 80-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ തന്നെ, സ്തോത്രം, 80-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ, അത് പ്രത്യേകിച്ച് 2-ാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ, 1ഉം 2ഉം ചേർത്ത് പഠിച്ചാൽ പഴയ 2 ആളുകളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, അത് യോസഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. 2 ബെന്യാമീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവർ രണ്ടും പഴയ ആളുകളാണ്. സ്തോത്രം. യോസഫിനെ നടത്തുന്നവനായി എന്ന് 1-ാം വാക്യത്തിലും 2-ാം വാക്യത്തിൽ ബെന്യാമീനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. അങ്ങനെങ്കിൽ സ്തോത്രം, ഒറ്റ വാക്കിൽ പറയാം, എങ്ങോട്ടാണ് മടങ്ങി വരേണ്ടത്? ഒറ്റ വാക്കിൽ പറയാം, സ്തോത്രം, അതെ, യോസഫിനെയും ബെന്യാമീനെയും നടത്തുന്നവങ്കലേക്ക് മടങ്ങി വരണം. സ്തോത്രം. ഞാനത് പറയുമ്പം അല്പം ഇമോഷനായി പോവും. സ്തോത്രം. യോസഫിനെയും ബെന്യാമീനെയും നടത്തുന്നവങ്കിലേക്ക് മടങ്ങി വരണം. സ്തോത്രം. ഇവർ രണ്ടുപേരും റാഹേലിന്റെ മക്കളാണ്. സ്തോത്രം. നിർഭാഗ്യവതിയായ ഒരു അമ്മയാണ് റാഹേൽ. സ്തോത്രം. പ്രസവിക്കുന്ന സമയം നേരെ ചൊവ്വേ പോലും മകന്റെ മുഖമൊന്ന് കാണാൻ പറ്റാതെ മരണത്തിന്റെ തണുത്ത കരങ്ങളിലേക്ക് വീണുപോയൊരമ്മയാണ്, സ്തോത്രം, റാഹേൽ. എന്നാൽ നമുക്ക് ആ ബെന്യാമീനെ ഒന്ന് നോക്കാം. സ്തോത്രം. ലോകത്ത് അമ്മയുടെ പരിചരണങ്ങൾ കിട്ടാതെ വളർന്ന ഒരു മകൻ, ഏറ്റവും ദുസ്സഹമായിട്ടുള്ളൊരു അനുഭവമാണ്. സ്തോത്രം. എൻ്റെ വീട്ടില്, സ്തോത്രം, ആ
എൻ്റെ ഒരു അമ്മാച്ചൻ്റെ ഭാര്യ പ്രസവത്തിൽ മരിച്ചു. സ്തോത്രം. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ, സ്തോത്രം, എൻ്റെ തന്നെ വീട്ടിലുള്ള പലരും ദത്തെടുത്തു. പക്ഷേ ഈ അടുത്ത കാലഘട്ടങ്ങളിലുണ്ടായ ചില സംഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, സ്തോത്രം, അപ്പൻ മരിച്ചു പോയാലും എങ്ങനെങ്കിലുമൊക്കെ വളരും. പക്ഷേ അമ്മയില്ലാതെ പോയാൽ അല്പം ബുദ്ധിമുട്ടാണ്. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആ കുഞ്ഞുങ്ങളെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുന്ന കാഴ്ചകൾ ഞാൻ കണ്ടു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആയുസ്സോടെ അമ്മയായിരിക്കാൻ നിങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കൃപയാണ്. സ്തോത്രം. അപ്പൻ മരിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മ എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്തൊക്കെ ആണെങ്കിലും വളർത്തും. അപ്പൻ വളർത്തിയെടുത്ത മക്കളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അല്പം ദുസ്സഹമാണ്. സ്തോത്രം. ഇവിടെ ഞാൻ ഓർത്തു, ബെന്യാമീനെ സഹോദരങ്ങൾ മൊത്തം 11 പേരുണ്ട്. ആ 11 പേർക്കും അമ്മയുടെ വാത്സല്യവും അമ്മയുടെ മാറിൽ നിന്നുള്ള പാലും ഒക്കെ കുടിച്ച് വളരാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷേ ജനിച്ചപ്പോൾ തന്നെ ബെനോയിയായി, അമ്മയുടെ ദുഃഖപുത്രനായി അതേ മാറിയ ആ ബെന്യാമീൻ എങ്ങനെയാ അവന് വളർന്നതെന്ന് പോലും എനിക്കറിയില്ല. മറ്റു 11 പേർക്കും കിട്ടാത്ത അതേ 11 പേർക്ക് ലഭിച്ച പലതും അവന് ലഭിച്ചിട്ടില്ല. പക്ഷേ ബെന്യാമീനെ കൂടെ നടത്തിയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അമ്മയുടെ പരിചരണം ലഭിക്കാതെ പലതും മിസ്സായാണ് അവൻ വളർന്നു വന്നതെങ്കിലും ദൈവം അവനെ ഗോത്രപിതാവാക്കി മാറ്റി. സ്തോത്രം. ഇന്ന് രാവിലെ സങ്കീർത്തനങ്ങളിൽ ബെന്യാമിനെ കുറിച്ച് പറയുന്നത്, അതെ, ചെറിയ ബെന്യാമിൻ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തെന്ന. എനിക്ക് പലതും ലഭിച്ചില്ല, സഹോദരന്മാർക്ക് ലഭിച്ച പലതും ലഭിച്ചില്ല. അനാഥത്വം വേട്ടയാടി പോയി. സ്തോത്രം. അത് നല്ല ബാല്യം മിസ്സായിട്ടുണ്ടായിരിക്കാം, ഓർക്കാൻ പലതുമില്ലായിരിക്കാം. പക്ഷേ ദൈവം അവനെ വളർത്തിയെടുത്തപ്പോൾ അവൻ ചെറിയ ബെന്യാമീനാണെങ്കിലും ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവനാക്കി തീർത്തു. എന്ന് മാത്രമല്ല, അവനെ ഗോത്രപിതാവായി ദൈവം ഉയർത്തി. സ്തോത്രം. അതുകൊണ്ടായിരിക്കാം യിരെമ്യാവിന്റെ പുസ്തകത്തിൽ റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നൊരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കാം. ദൈവം റാഹേലിനോട് ചോദിച്ചു, റാഹേലേ, എന്തിനാ നീ കരയുന്നത്? അവള് പറഞ്ഞു, സ്തോത്രം, മരിക്കാൻ എനിക്ക് പേടിയില്ല, പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവരുടെ കുറിച്ച് ഓർക്കുമ്പോൾ, അവരുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ കഴിയത്തില്ല. അതേ, അവരൊന്നുമായിട്ടില്ല. ദൈവം പറഞ്ഞു, റാഹേലേ, കരച്ചിലടക്കിക്കൊള്ളുക, റാഹേലേ, കരച്ചിലടക്കിക്കൊള്ളുക. സ്തോത്രം. നിന്റെ തലമുറയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. സ്തോത്രം. നിന്റെ തലമുറയുടെ ഇന്ന് രാവിലെ ചില മാതാക്കളുടെയൊക്കെ കാതിൽ ഈ ശബ്ദം മുഴങ്ങണം. കരച്ചിലടക്കിക്കൊള്ളാൻ ദൈവാത്മാവ് പറയുന്നു. നിന്റെ തലമുറയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ദൈവം ഇന്ന് രാവിലെ ചിലരോട് ഇടപെടുകയാണ്. സ്തോത്രം. നോക്ക്, അന്ന് ആ മാതാവിന് കൊടുത്ത ഒറ്റ വാക്കാണ് യോസഫിനെ മിസ്രൈമിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നതും. ബെന്യാമീനിൽ നിന്ന്, ചെറിയ ബെന്യാമീനിൽ നിന്ന് ആദ്യത്തെ രാജാവിനെ ദൈവം കൊണ്ടുവന്നത്. സ്തോത്രം. അല്ലെങ്കിൽ ഒരിക്കലും ബെന്യാമീനിൽ നിന്നൊരു രാജാവ് വരേണ്ടതല്ല. രാജാവ് വരേണ്ടത് യഹൂദയിൽ നിന്നാണ്. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 49:8, 9, 10 വാക്യങ്ങളിൽ യാക്കോബ് തലമുറകളെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നത്, സ്തോത്രം, അവകാശമുള്ളവൻ വരുവോളം, അത് ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല എന്ന്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ നിനക്ക് മാത്രമാണ് യഹൂദേ രാജകീയ അവകാശമെന്ന് അപ്പൻ അനുഗ്രഹിച്ചപ്പോൾ ഒരമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. ദൈവം അപ്പന്റെ ആ അനുഗ്രഹത്തെ മാറ്റിവെച്ചിട്ട് അത് ബെന്യാമീനിൽ നിന്ന് ഒരു ശൗലിനെ രാജാവായി പൊക്കിയെടുത്തതെങ്കിൽ ഇന്ന് രാവിലെ മക്കളെ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ നിങ്ങളുടെ ക്വാളിറ്റി കൊണ്ടോ നിങ്ങളുടെ അത് ഏതെങ്കിലുമൊക്കെ ആർജിച്ചെടുത്ത ഡിഗ്രികളുടെ ബലം കൊണ്ടല്ല നിങ്ങൾ ഇപ്പോൾ ആ പൊസിഷനിൽ ഇരിക്കുന്നത്, നിങ്ങൾ ആ ഉയർച്ചയിലിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന നിന്റെ അമ്മയ്ക്ക് ദൈവം കൊടുത്ത വാക്കാണ്. സ്തോത്രം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഇടപെടുന്നു. സാധാരണ ഞാനൊരു ക്ലാസ് എടുക്കുന്ന പോലെയല്ല, സന്ദേശമായ ദൈവാത്മാവ് ഇന്ന് രാവിലെ ചിലരോടൊക്കെ ഇടപെടുകയാ. സ്തോത്രം. നീ മടങ്ങി വരേണ്ടത് എങ്ങോട്ടാണെന്നറിയാമോ? അത് യോസഫിനെയും ബെന്യാമീനെയും നടത്തിയ ദൈവത്തിലേക്ക് മടങ്ങി വരണം. യോസഫേ, അതേ നീണ്ട
അത് 13 വർഷങ്ങൾ. സ്തോത്രം. 17ാമത്തെ വയസ്സിൽ +2 പഠിക്കുന്ന പ്രായത്തിൽ വീട് വിട്ടു പോകേണ്ടി വന്നതാ. ഒരു നല്ല ഉപരിപഠനം അവന് കിട്ടിയിട്ടില്ല. ഒരു നല്ല ഒരു വിദ്യാഭ്യാസം അവൻ ലഭിച്ചിട്ടില്ല. പക്ഷേ മിസ്രൈമിലെ മന്ത്രിമാർക്ക് വരെ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ദൈവം അവനെ മിസ്രൈമിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തിയെങ്കിൽ പൊട്ടക്കുഴിയിൽ വെച്ച് സഹോദരങ്ങൾ ഉപേക്ഷിച്ചപ്പോഴും, അടിമച്ചന്തയിൽ താൻ വിലപേശൽ അനുഭവിച്ചപ്പോഴും, പൊത്തിപ്പറിന്റെ വീട്ടിൽ അരുതാത്ത വിഷയങ്ങളിൽ പ്രതിയാക്കപ്പെട്ടപ്പോഴും, ജയിലിനകത്താക്കപ്പെട്ടപ്പോഴും ഒക്കെ നീ അറിയാതെ നിന്നെ നടത്തിക്കൊണ്ട് വന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ നിന്നെ പല ആളുകളും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. നിന്നെ പല ആളുകളും വിലപേശിയിട്ടുണ്ട്. നിന്നെ മനസ്സറിയാത്ത വിഷയങ്ങളുടെ പേരിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നീ അറിയാത്ത ജയിലുകൾ പോലുള്ള പ്രതിസന്ധികൾ അകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നീ നോക്കുക, ഇവിടെയെല്ലാം നീ അറിയാതെ നിന്നെ നടത്തിക്കൊണ്ട് വന്ന് നിന്നെ ഇരുത്താൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ ഒരു രാജ്യത്തിന്റെ രണ്ടാമൻ എന്ന പദവിയിലേക്ക് കൊണ്ട് ഉയർത്തിയിരുത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, എവിടേക്കാണ് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരുന്നതെന്ന് അറിയാമോ? എവിടേക്കാണ് നീ മടങ്ങി വരേണ്ടതെന്ന് അറിയാമോ? യോസഫിനെയും ബെന്യാമീനെയും നടത്തിയവങ്കിലേക്ക് മടങ്ങി വരണം. സ്തോത്രം. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് മടങ്ങി വരാൻ സ്ഥലമുണ്ട്. ഇടയെങ്കിലേക്ക് മടങ്ങി വരണം. കെരൂബുകളിന്മേൽ വസിക്കുന്നവങ്കിലേക്ക് മടങ്ങി വരണം. യോസഫിനെയും ബെന്യാമീനെയും നടത്തിയവങ്കിലേക്ക് മടങ്ങി വരണം. കണ്ണുകളെല്ലാം അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എനിക്ക് എൻ്റെ പ്രഭാഷണത്തിന്റെ മുഖവര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ദീർഘമായ ചില ചിന്തകൾ കൂടെ അവിടെ കിടപ്പുണ്ട്. സ്തോത്രം. നിങ്ങൾ അത് വായിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. തലകൾ വണക്കാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2025 കർത്താവേ, ഞാൻ എന്തെങ്കിലും ആയതുകൊണ്ടല്ല 25ലോട്ട് കയറാൻ എന്നെ അനുവദിച്ചത്. സ്തോത്രം. ഞാൻ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന സ്തോത്രം ഒരു അത്തിയാണ് ഞാൻ. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു അത്തിയാണ്. സ്തോത്രം. ഇടയൻ പിതാവ് പറഞ്ഞു വെട്ടിക്കളയാൻ, വെറുതെ സ്ഥലം വേസ്റ്റ് ചെയ്യാണ്, സമയം വേസ്റ്റ് ചെയ്യാണ്, ഫലമൊന്നുമില്ല എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷവാദം ചെയ്തിട്ട് 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം, ഞാൻ കിളയ്ക്കാം, വളമിടാം, വേണ്ടത് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് 1 വർഷം കൂടെ നിൽക്കാൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ ഒരു പുത്രൻ പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അവന്റെ പക്ഷവാദം കൊണ്ടാണ് ഇന്ന് രാവിലെയും നാം ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പ്രാരംഭ മാസം തന്നെ നമുക്ക് ഹൃദയം തുറന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നെഞ്ചു പിടയണം, ഉള്ളത്തിൽ നിന്നൊരു തേങ്ങൽ ഉണ്ടാകണം. നിങ്ങളുടെ പാസ്റ്റർ, പ്രവാചകൻ, വിശ്വാസി എന്നുള്ള പദവിയൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് നിസ്സഹായ അവസ്ഥയുടെ ആഴത്തിൽ നിന്ന്, അന്തരാത്മാവിൽ നിന്നൊരു നിലവിളി ഉയർന്നു വരട്ടെ. ദൈവമേ, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. തിരുമുഖം പ്രകാശിച്ചെന്റെ മേൽ കൃപ പകരേണ്ടതിന്, അങ്ങയുടെ മുഖം എന്റെ മേൽ ഉയർത്തി സമാധാനം വെളിപ്പെടേണ്ടതിന് എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, രാവിലെ സമയം ഞങ്ങൾക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് ആധികാരികമായി ഞങ്ങളോട് ഇടപെട്ട വചനത്തിന്റെ സത്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്താൽ ഇന്ന് രാവിലെ കർത്താവ് അലങ്കരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടവരുടെ മേൽ ഈ വചനം കർത്താവെ വലിയ 100 മേനിയായി ഫലം കായ്പാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞാൻ ഈ പ്രിയപ്പെട്ടവരെയും HTCയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബ്രാഞ്ചുകളെയും ബൈബിൾ ക്ലാസ്സുകളെയും എല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് മാത്രം എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ.